ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ടീച്ചറമ്മ സീരിയലിന്റെ ഇനി ക്ലൈമാക്സിലേക്കാകുന്ന ഒരു അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ നാടകമൊക്കെ പൊളിച്ച് കനിയാണെങ്കിൽ സത്യങ്ങളൊക്കെ വീണെടുത്തും അതുപോലെ തന്നെ ജോണിനോടും പറയാണ്. അവർക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ. ശേഷം കനി അവരെ ഒരു മണവാള ചെക്കൻ്റെ പെണ്ണിന്റെ വേഷം ധരിപ്പിക്കുകയാണ്. അതായത് കനിക്ക് വേണ്ടി കനിയുടെ അച്ഛനും അമ്മയും പിന്നെ നമ്മുടെ സരസ്വതി ടീച്ചറും ഒക്കെ ഗിഫ്റ്റ് ചെയ്ത ആ ഒരു ഗോൾഡും കാര്യങ്ങളൊക്കെ തന്നെ വീണക്ക് അണിയിച്ചു കൊടുക്കാട്ടോ നമ്മുടെ കനി. വീണക്ക് സന്തോഷമാവാണ്. അതിനുശേഷം ജോണിനെ റെഡിയാക്കാണ് നമ്മുടെ സന്തോഷ്. പിന്നീട് എല്ലാവരും കാത്തിരിക്കേണ്ട രജിസ്റ്റർ ഓഫീസിൽ കനി ഇതുവരെ എത്തിയില്ല, ജോൺ ഇതുവരെ എത്തിയില്ല എന്ന് പറഞ്ഞിങ്ങനെ കാത്തിരിക്കുകയാണ്. കനിയുടെ അച്ഛനും അമ്മയൊക്കെ നല്ല റെഡി ആയിട്ടിരിക്കുക കേട്ടോ. സ്വന്തം മകളുടെ കല്യാണം അല്ലേ, അപ്പൊ അത് കാണാൻ വേണ്ടി കൂടാൻ വേണ്ടി നല്ല മിനിമിനാണിങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കാണ്. തന്റെ മോളെ ആ ഒരു സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞ് ആ കാഞ്ചീപുരം പട്ടുസാരി കൊടുത്ത് വരുന്ന ആ കാഴ്ച കാണാൻ വേണ്ടി അങ്ങനെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് കനി വരുന്നതോ ഒരു കറുപ്പ് കളർ സാരി, ബ്ലാക്ക് സാരി എടുത്തിട്ടാണ് നമ്മുടെ കനി വരുന്നത് കേട്ടോ. ഇവളെന്താ ഈ നോർമൽ സൈഡ് വരുന്നത്, ഇവളുടെ വിവാഹമല്ലേ എന്ന രീതിയിൽ എല്ലാവരും നമ്മുടെ കനീനെ നോക്കാണ്. കനി പറയണ്ട്, എല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഇന്നിവിടെ എന്റെ വിവാഹമല്ല നടക്കാൻ പോകുന്നത് എന്ന് പറയാണ്. നീ എന്തൊക്കെയാ കനി പറയണത് എന്ന് നമ്മുടെ ലക്ഷ്മി ചോദിക്കുമ്പോഴേക്കും, അതെ ലക്ഷ്മി കുഞ്ഞമ്മേ, പറയാനായിട്ട് ഉണ്ടെങ്കിൽ കുറച്ചധികം കാര്യങ്ങളുണ്ട്, എല്ലാവരും ക്ഷമയോടുകൂടി കേൾക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ജോണേട്ടന് വീണന് ചെറുപ്പം മുതൽ ഇഷ്ടമാണ്. പിന്നെ വീണ സന്തോഷിന് സ്വന്തമായപ്പോഴേക്കും അതൊക്കെ മനസ്സിൽ നിന്ന് എടുത്ത് കാണാണ് ജോണേട്ടൻ. പിന്നീട് അവിടെ കുടുംബ പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ജോണിന്റെ യഥാർത്ഥ പ്രണയം വീണ തിരിച്ചറിയുകയും ജോണിനായിട്ട് ഒന്നിക്കണമെന്ന് വീണക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അവളെ തുറന്നു പറയുന്നില്ല. അപ്പൊ അവളെ കൊണ്ട് തുറന്നു പറയിപ്പിക്കാനും ജോണിനെ വീണിനെ ഒന്നാക്കിപ്പിക്കാനും ഞാൻ കാണിച്ചൊരു നാടകമാണിത്. ഈ നാടകത്തിൽ ഞാൻ മാത്രമല്ല, എന്നെ മാത്രം തല്ലിക്കൊല്ലല്ലേ, ഞാൻ മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചറമ്മയായിട്ടുള്ള സരസ്വതി ടീച്ചറുണ്ട്, മേരി ടീച്ചറുണ്ട് എന്നെ സപ്പോർട്ടായിട്ട്. പിന്നെ അവസാന നിമിഷത്തിൽ സന്തോഷേട്ടനും കല്ലു അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ന് നടക്കാൻ പോകുന്ന മാരേജ് എന്ന് പറയുന്നത് എന്റെയും ജോണിന്റെ അല്ല, വധു ഒന്ന് മാറ്റമുണ്ട്, വീണയാണ് വധു. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ റാംജിയും പാർവതിയും പറഞ്ഞിട്ട്, മോളെ നീ എന്തൊക്കെയാ കാണിക്കണത്, നിന്റെ വിവാഹം എന്നിട്ട് ഞങ്ങൾ വന്നിട്ട് നീ എന്താ ഞങ്ങളെ കളിയാക്കുവാണോ? അതെ എന്റെ പ്രിയപ്പെട്ട അമ്മ അച്ഛ, നിങ്ങൾ എന്റെ ജീവിതത്തിൽ നല്ല നല്ല സംഭവങ്ങൾ ഒരുപാട് നടന്നപ്പോഴൊന്നും വന്നിട്ടില്ല, എന്നെ മോളേന്ന് പറഞ്ഞിട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടില്ല, ഒരു അച്ഛനും അമ്മയുടെ സ്നേഹം എന്താന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോ ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ വിശേഷ ദിവസം ഞാനിതിനെ നിങ്ങൾ അറിയിക്കണം. എനിക്ക് അങ്ങനത്തെ ജീവിതത്തിൽ അങ്ങനെ അഥവാ വരുവാണെങ്കിൽ തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് മോളുടെ ആവശ്യമില്ല. നിങ്ങൾ വെറുതെ അബദ്ധവശാൽ എന്നെ അങ്ങോട്ട് ഒന്ന് ദത്തെടുത്ത് വളർത്തണ പോലെയാ നിങ്ങൾ മാസം മാസം ഒരു തുക എന്റെ അക്കൗണ്ടിലേക്ക് ഇടുന്നത്. ആ തുകയുടെ ആവശ്യം പോലും എനിക്കില്ല. എനിക്ക് അധ്വാനിച്ച് പണിയെടുത്ത് ഉണ്ടാക്കാൻ അറിയാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട അച്ഛനും അമ്മയും എന്നാലും ഇപ്പൊ സമയം വൈകിപ്പിക്കണ്ട, പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റ് എടുത്തിടുന്ന് പോയിക്കോ എന്ന് പറയാണ്. അപ്പൊ നമ്മുടെ സരസ്വതി അല്ലെ നമ്മുടെ ലക്ഷ്മി ആണെങ്കിൽ കനി എടുത്ത് പറയുന്നുണ്ട്, നീ ഇത്ര ദാനശീലയാണെന്ന് ഞാൻ അറിഞ്ഞില്ല കനി. അതെ കുഞ്ഞമ്മ ഒന്ന് ക്ഷമിക്കണം കേട്ടോ, അത് വേറൊന്നുമല്ല, നമുക്ക് ജോണിന്റെ വീടിന്റെ വിവാഹം ഒന്ന് കഴിപ്പിക്കണ്ടേ. എന്തായാലും സംഭവങ്ങൾക്ക് ഇത്രയായാലോ. ദേ പെണ്ണിനെയും ചെറുക്കനെ ഞാൻ വിളിക്കുകയാണേ. അതെ ജോൺ, വീണ, ഇനി അവിടെ നീങ്ങി നിൽക്കണ്ടേ, ഇങ്ങോട്ടേക്ക് പോന്നേക്ക് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അവർ രണ്ടുപേരും കുറച്ച് നാണം കുടുങ്ങിയിട്ടൊക്കെ വരും കേട്ടോ. എന്തായാലും കാര്യങ്ങളൊക്കെ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇനി കല്യാണം ആഘോഷമായിട്ട് നമുക്ക് അങ്ങോട്ട് നടത്തി കൊടുക്കാം എന്ന് വലിയ മാമയും പറയാണ്. അങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ വിവാഹം നടത്തി കൊടുക്കുകയാണ്. വീണ വധുവിന്റെ സൈഡിലും അതുപോലെ തന്നെ നമ്മുടെ ജോണ് വരന്റെ സൈഡിലും സൈൻ ചെയ്യാണ്. പിന്നെ ഞാൻ സാക്ഷിയായിട്ട് ഞാൻ തന്നെ സൈൻ ചെയ്യും എന്ന് കനി പറയുന്നുണ്ട്. കനിയുടെ മനസ്സിൽ ഒരുപാട് വിഷമമുണ്ട്. അത് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ലക്ഷ്മിക്ക് മാത്രമാട്ടോ. ലക്ഷ്മിക്ക് മനസ്സിലായി നമ്മുടെ കനിക്ക് നല്ല വിഷമമുണ്ടെന്ന്. അവൾ അതൊക്കെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ഇവരുടെ വിവാഹം നടത്തണേന്ന് നമ്മുടെ ലക്ഷ്മിക്ക് നന്നായിട്ട് അറിയാം. അവൾക്കും നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ലക്ഷ്മി കേട്ടോ. അതിനുശേഷം അവരുടെ വിവാഹം കഴിഞ്ഞു, എല്ലാവരും നല്ല മംഗളാശംസകളൊക്കെ നേരുവാണ്. അങ്ങനെ ആ ഒരു ഭാഗത്തോടെ നമ്മുടെ ക്ലൈമാക്സ് ആകാണ്. അപ്പൊ ക്ലൈമാക്സ് നമുക്ക് ഈ വെള്ളിയാഴ്ച തന്നെ ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിയണേ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.